ഞാനിവിടെ ഒരു സീറോദയുടെ ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഞാൻ കുറേ ETF-കൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഫോർ കമ്പാരിസൺ വിത്ത് മ്യൂച്വൽ ഫണ്ട്. ഇവിടെ ഞാൻ സീറോദയുടെ തന്നെ കോയിനിൻ്റെ അക്കൗണ്ട് എടുത്തുകയാണ്. എങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ, ഒപ്പം തന്നെ ഇതിലുള്ള പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്സുകൾ ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. നിങ്ങൾക്ക് നോക്കാം ഇവിടെ നിഫ്റ്റി ബീസ് എന്ന് പറയുന്നത് ഇത് ഇൻഡെക്സ് ആണ്. നിഫ്റ്റിയുടെ ഇൻഡെക്സ് ഫോളോ ചെയ്യുന്ന നിപ്പോണിൻ്റെ ഒരു ETF ആണ്. ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് 0.04 ആണ്. അതേ ഇൻഡെക്സ് നിപ്പോൺ ഇന്ത്യയുടെ തന്നെ നിഫ്റ്റി 50 പ്ലാനാണിത്. സെയിം ഇൻഡെക്സ് ആണ്. ഇത് മ്യൂച്വൽ ഫണ്ടാണ്. ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കുറച്ച് കൂടുതലാണ്, 0.07. എക്സിറ്റ് ലോഡ് ഇല്ല, അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഒപ്പം തന്നെ ഇതിലുള്ള പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ നോർമൽ നിഫ്റ്റി 50-ൽ ഏതൊക്കെ സ്റ്റോക്കുകളുണ്ട്, എത്ര അലൊക്കേഷൻ ഉണ്ട്, സെയിം അലൊക്കേഷനാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. HDFC ബാങ്കാണ് ഏറ്റവും കൂടുതൽ 12.1. ഇവിടെ എടുത്ത് നോക്കുകയാണെങ്കിൽ പോർട്ട്ഫോളിയോ ക്ലിക്ക് ചെയ്തിട്ട് ഹോൾഡിങ്സിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടും. 12.1, 8.37 ICICI ബാങ്ക്, 8.31 റിലയൻസ് ഇൻഡസ്ട്രീസ്. സോ അത് സെയിം കൈൻഡ് ഓഫ് അലൊക്കേഷനാണ് ഇവിടെയും കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ETF എടുക്കുകയും കുറച്ചുകൂടിയും ബെറ്റർ. കാരണം ഇവിടെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.04% മാത്രമാണ്. ബട്ട് നിങ്ങൾക്ക് STT ചാർജസ് അല്ലെങ്കിൽ ബ്രോക്കറേജ് ചാർജസ്, അതർ GST അതേപോലെയുള്ള ചാർജസ് ഒക്കെ വീഴുമെങ്കിലും 0.07 കമ്പയർ ചെയ്യുമ്പോൾ ETF ആണ് ബെറ്റർ എന്ന് ഇൻഡെക്സിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ എക്സിറ്റ് ലോഡ് പോലും ഇല്ല, അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതാണ് ഇൻഡെക്സിൻ്റെ. ഇപ്പോൾ അതേപോലെ തന്നെ ഒരു ആക്റ്റീവ്ലി മാനേജ്ഡ്, ഈ ഇൻഡെക്സ് എന്ന് പറയുന്നത് പാസീവ്ലി മാനേജ്ഡ് ആണ്. അതായത് ഒരു ഇൻഡെക്സിനെ ഫോളോ ചെയ്യുകയാണ്. ഇൻഡെക്സ് ഓൾറെഡി ഡിസൈൻ ചെയ്തൊക്കെയാണ്, NSE-ലും BSE-ലും ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇത് ICICIയുടെ ഒരു നിഫ്റ്റി 50 വാല്യൂ 20 ഇൻഡെക്സ് ഫണ്ടാണ്. അതായത് നിഫ്റ്റി 50-ലെ വാല്യൂ 20 സ്റ്റോക്കുകൾ മാത്രം എടുത്തിട്ട് ഇട്ട ഒരു മ്യൂച്വൽ ഫണ്ടാണ്. ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.3 ആണ്. ഇതിൻ്റെ തന്നെ ETF ഒന്ന് നമുക്ക് നോക്കാം. NV20I ETF എന്നാണ് ഇതിൻ്റെ പേര്. സോ ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.25. നിഫ്റ്റി 50 വാല്യൂയുടെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.3. സോ 0.5യുടെ വ്യത്യാസമുണ്ട്. ഒപ്പം തന്നെ പോർട്ട്ഫോളിയോ ഒന്നും വ്യത്യാസമില്ല, സെയിം ആണ്. ICICI ബാങ്ക് 15.54, ഇതിൽ നോക്കുകയാണെങ്കിലും 15.54, ഇൻഫോസിസ് 14.77, 14.76, 11.28 ITC, 11.29 ITC. സോ വലിയൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. സെയിം സെറ്റ് ഓഫ് സ്റ്റോക്കാണ്, ഡിഫറൻസ് ഈസ് എക്സ്പെൻസ് റേഷ്യോ. ബട്ട് ഇനിയൊരു സ്റ്റോക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് മോത്തിലാൽ ഓസ്വാളിൻ്റെ നാസ്ഡാക്ക് ഫണ്ടാണ്. ഇതിന് ETF-ൻ്റെ പേര് വരുന്നത് MON100 എന്നാണ്. MON100 എടുത്താൽ ഇതിൽ ഫണ്ടമെൻ്റൽസ് എടുത്താൽ പോർട്ട്ഫോളിയോ അതിന് മുന്നേ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.58 ആണ്. മോത്തിലാൽ ഓസ്വാൾ നാസ്ഡാക്ക് 100 ഫണ്ട് ഓഫ് ഫണ്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.24 ആണ്. സോ ETF-ൻ്റെ വാല്യൂ ആണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. മേ ബി ഇതൊരു USA-ൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് ആയതുകൊണ്ട് ആവാം ഇങ്ങനെ ഒരു എക്സ്പെൻസ് റേഷ്യോ. ഒപ്പം തന്നെ ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ETF-ലാണ്. ഡയറക്റ്റ് ETF ആയിട്ടാണ് നമുക്ക് കാണാം. ഇവിടെ കമ്പനിയൊന്നും കാണാൻ കഴിയില്ല. ഡയറക്റ്റ് മോത്തിലാൽ ഓസ്വാൾ നാസ്ഡാക്ക് 100 ETF-ലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്, വിച്ച് ഈസ് നത്തിങ് ബട്ട് ഇത് തന്നെ. സോ ഇതിലുള്ള പോർട്ട്ഫോളിയോയിൽ നമുക്ക് ഏതൊക്കെ സ്റ്റോക്ക് ഉണ്ടെന്ന് ക്ലിയർ ആയിട്ട് കാണാം. ആപ്പിൾ, NVIDIA, മൈക്രോസോഫ്റ്റ് കോർപ്പ്, ബ്രോഡ്കോം, മെറ്റ പ്ലാറ്റ്ഫോംസ് ഇൻക്ലൂഡിങ് ക്ലാസ് എ, ആമസോൺ, അങ്ങനെ ഉള്ള സ്റ്റോക്കുകൾ ഇവിടെ കാണാം. സോ ഈ മ്യൂച്വൽ ഫണ്ടിൽ കോസ്റ്റ് കുറവാണ്, ബട്ട് ഇത് ഇൻവെസ്റ്റ് ചെയ്യിക്കുന്നത് ETF-ലാണ്, മോത്തിലാൽ ഓസ്വാൾ 100 ETF എന്നതാണ്. സോ ഇങ്ങനെയാണ് ഒരു കമ്പാരിസൺ ഒരു ഇൻഡെക്സിൻ്റെയും മ്യൂച്വൽ ഫണ്ടിൻ്റെയും ETF-ൻ്റെയും നിങ്ങൾക്ക് നടത്തിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നത്. ഇവിടെ എൻ്റെ സെറ്റ് ഓഫ് ETFs ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് സീറോദ ആണെങ്കിൽ അതിൽ ഏതൊക്കെ സ്റ്റോക്കുകൾ വരുന്നുണ്ടെന്ന് ജസ്റ്റ് ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് ഫണ്ടമെൻ്റൽസ് ക്ലിക്ക് ചെയ്തിട്ട് പോർട്ട്ഫോളിയോ പോയിട്ട് ഹോൾഡിങ്സിൽ ക്ലിക്ക് ചെയ്താൽ
എത്ര പെർസെൻറ്റേജ് അലൊക്കേഷൻ ഉണ്ട്, ഏതൊക്കെ സ്റ്റോക്കുകളുണ്ടെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഫോർ എക്സാമ്പിൾ ഒരു പുതിയൊരു ETF ആണ് എംഒ ഡിഫെൻസ്. ഇത് ഡിഫെൻസ് സെക്ടറിനെ ബേസ് ആയിട്ടാണ്. ഇത് നോക്കുകയാണെങ്കിൽ പോർട്ട്ഫോളിയോയിൽ ഹോൾഡിങ്സിൽ 20.73 ഭാരത് ഇലക്ട്രോണിക്സ് ആണ്. ബട്ട് പ്രോബ്ലം എന്താ വെച്ചെങ്കിൽ ഈ ETF എന്താണ് പറയുക, വന്നേ പിന്നെ ഈ സ്റ്റോക്ക് ETF താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നതായിട്ട് കാണാം. നമുക്ക് ഒരു 79 ലെവലിൽ നിന്ന് ഇത് 68 ലെവലിലാണ് നിൽക്കുന്നത്. സോ അങ്ങനെ നിങ്ങൾ കമ്പാരിസൺ ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ ബൈ ചെയ്യാം. അതുപോലെ തന്നെ സിൽവർ ബീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, കമോഡിറ്റി ബേസ്ഡ് ആയിട്ടുള്ളത്. ഗോൾഡ് ബീസും ഉണ്ട് അതേപോലെ. സോ ഏതാണ് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, ഇത് ജസ്റ്റ് ഫോർ സ്റ്റഡി പർപ്പസ് ആണ്. ഹോപ്പ് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ മനസ്സിലാവാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.